നൈജീരിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാത്രി മുതൽ ക്രിസ്മസ് ദിനം വരെ നടന്ന ആക്രമണങ്ങളിൽ 160 പേരെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തു. ബാർക്കിൻലാഡി, ബോക്കോസ്, മാംഗോ കൗണ്ടികളിലെ ഗ്രാമങ്ങളിലെ കൂട്ടക്കൊലകളിൽ വചനപ്രഘോഷകർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് വീടുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഡേഴ്സ് ഗ്രാമത്തിലെ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ വചനപ്രഘോഷകനായ സോളമൻ ഗഷയെയും അദ്ദേഹത്തിന്റെ 9 കുടുംബാംഗങ്ങളെയും അക്രമികൾ കൊലപ്പെടുത്തിയതായി ബോക്കോസ് കൗണ്ടി പ്രദേശവാസിയായ ഡോസിനോ മല്ലു പറഞ്ഞു. നൂറുകണക്കിന് ഭീകരരാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിച്ചത്. ക്രിസ്മസ് പരിപാടികൾക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കൊല്ലപ്പെട്ട ക്രൈസ്തവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ്. നൂറുകണക്കിന് വീടുകളാണ് ആക്രമണത്തിൽ തകർക്കപ്പെട്ടത്. ഇസ്ലാമിക തീവ്രവാദികളായ ഫുലാനികളാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഫുലാനി തീവ്രവാദികൾ ഭൂമിക്കും വെള്ളത്തിനുമായി ക്രിസ്ത്യൻ മേഖലകൾ ആക്രമിക്കുന്നത് നൈജീരിയയിൽ പതിവാണ്. ക്രിസ്മസ് ദിനങ്ങളിൽ തീവ്രവാദികൾ അഴിച്ചുവിട്ട ആക്രമണങ്ങളിൽ മരണസംഖ്യ ഉയരുമെന്ന് ഭയക്കുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. സഹായത്തിന് വിളിച്ച് 12 മണിക്കൂറിന് ശേഷമാണ് സുരക്ഷാ സൈനികർ മേഖലയിലെത്തിയതെന്നും ആക്ഷേപമുണ്ട്. അക്രമികൾക്കായി തെരച്ചിൽ ആരംഭിച്ചതായി നൈജീരിയൻ സേന അറിയിച്ചു.